അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഇന്ന് കിതാബുൽ ഫിഖഹിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് മഹത്വമുള്ള രണ്ട് നിസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? ലുഹാ നിസ്കാരവും തഹിയ്യത്ത് നിസ്കാരവും. അതിന്റെ സമയങ്ങളും അതിന്റെ റക്കാത്തുകളും അത് എപ്പോഴാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള രണ്ട് ആ, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ്. നിസ്കാരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം അല്ലെ. ഒന്ന് തസ്ബീഹ നിസ്കാരം, രണ്ടാമത്തേത് ഇസ്തിഹാറത്ത് നിസ്കാരം. തസ്ബീഹ നിസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മമാരൊക്കെ ചില ദിവസങ്ങളിൽ നിസ്കരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇസ്തിഹാറത്ത് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ കാരണമാകുന്ന ഒരു നിസ്കാരമാണ്. ഇത് 4 റക്അത്താണ്. ഇതിനെ നമുക്ക് 2 റക്അത്തുകളായി, ഈ 2 റക്അത്തുകളായിട്ടും അല്ലെങ്കിൽ ഒരുമിച്ച് 4 റക്അത്തായിട്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരത്തിന് വളരെയധികം മഹത്വം പറഞ്ഞിട്ടുള്ള ഒരു നിസ്കാരം കൂടിയാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത ഇതിന്റെ പേര് പോലെ തന്നെ തസ്ബീഹ നിസ്കാരം അല്ലെ. ഈ നിസ്കാരത്തിന് പ്രത്യേകമായിട്ടൊരു തസ്ബീഹ് ഉണ്ട്. ആ തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ഈ തസ്ബീഹുകൾ നമ്മള് തസ്ബീഹ നിസ്കാരത്തിലെ ഓരോ റക്അത്തുകളിലും 75 തവണ, ഒരു റക്കയത്തിൽ 75 തവണ, അങ്ങനെ 4 റക്കയത്തുകളിലായിട്ട് 300 തവണ നമ്മൾ തസ്ബീഹുകൾ ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിസ്കാരം തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്തിഹാറത്തിന്റെ നിസ്കാരം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുകയും അതിന്റെ ആ, എന്താ പറയാ റിസൾട്ട് നമുക്ക് അറിയില്ല. അത് നമുക്ക് നല്ലതായിരിക്കോ അല്ലെങ്കിൽ നമുക്കത് ദോഷം ചെയ്യുമോ എന്ന് അറിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഹാറത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകണമെന്നായിരുന്നു. ആ സമയത്ത് നമുക്ക് അത് നന്നാവും, ഞാൻ എടുക്കുന്ന കോഴ്സ് എനിക്ക് യോജിച്ചതാവോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കുന്ന കോളേജ് എനിക്ക് ഓക്കെ ആവോ എന്നുള്ള ഒരു സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വലിയ ബിസിനസ്സുകളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടാവും അല്ലെ. എന്താവും ഇതിന്റെ റിസൾട്ട് എന്നാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നിസ്കരിക്കുന്നതാണ് ഇസ്തിഹാറത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരങ്ങളുടെ പ്രത്യേകതകള്, അതിന്റെ പിന്നെ സമയങ്ങള്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ നെയിം എന്താണ്? സലാത്തു തസ്ബീഹി വൽ ഇസ്തിഹാറ. ഇതാണ് നമ്മുടെ ചാപ്റ്റർ നെയിം. തസ്ബീഹ നിസ്കാരവും ഇസ്തിഹാറത്ത് നിസ്കാരവും. ഇനി ഞാൻ ഓരോ ലൈൻസ് ആയിട്ട് വായിക്കാം, അതിന്റെ അർത്ഥവും പറയാം കേട്ടോ. സലാത്ത് തസ്ബീഹ് ഹിയ അർബ റക്കാത്തി. തസ്ബീഹ് നിസ്കാരം 4 റക്കാത്താണ്. വതുസല്ലി ബി തസ്ലീമത്തിൻ വാഹിദത്തിൻ ഔ ബി തസ്ലീമത്തൈനി. ഇവ നമുക്ക് 2 സലാമിലായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒറ്റ സലാമിലോ ആയിട്ട് നമ്മൾ നിസ്കരിക്കാം. അതായത് ഈ 2 റക്കാത്തുകളായിട്ടോ അല്ലെങ്കിൽ ഒറ്റ നിസ്കാരമായിട്ടോ നമുക്ക് നിസ്കരിക്കാം. 4 റക്കാത്തുകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഈ 2 റക്കാത്തുകളായിട്ടോ നിസ്കരിക്കാം. ഫീഹ തസ്ബീഹു ഹാസൻ ഹുവ. ഈ നിസ്കാരത്തിൽ ഒരു പ്രത്യേക തസ്ബീഹ് ഉണ്ട്. ഏതാണ് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആ തസ്ബീഹ് എന്ന് പറയുന്നത്. നമ്മള് തസ്ബീഹ് നിസ്കാരത്തില് പല തവണകളായിട്ട് ചെല്ലേണ്ട തസ്ബീഹ് കേട്ടോ. ഫളു സ്വലാത്ത് തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്താ നോക്കിയാലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരോട് പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മാഹു, അലാ ഓത്തിക അലാ അംനഹുക അലാ ഉഖ്ബിറുക. അല്ലയോ അബ്ബാസ്, എന്റെ പ്രിയ പിതൃ സഹോദര, ഞാൻ താങ്കൾക്ക് നൽകട്ടെ, ഞാൻ താങ്കൾക്ക് ഒരു മഹത്തായ ഉപകാരം ചെയ്തു തരട്ടെ, ഞാൻ താങ്കൾക്ക് ഒരു വാർത്ത അറിയിച്ചു തരട്ടെ. അലാ അഫ്അലു ബിക അശ്റൻ ഹിസാലൻ.
10 ഗുണങ്ങളുള്ള ഒരു കാര്യം ഞാൻ താങ്കൾക്ക് ചെയ്തു തരട്ടെ. ഇതാ അൻത ഫഅൽത ദാലിക അഫറല്ലാഹു ലക ദംബക. ഞാൻ ആ, താങ്കൾ അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല താങ്കളുടെ പാപങ്ങൾ പുറത്തു തരും. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം താങ്കൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല താങ്കളുടെ പാപങ്ങൾ പുറത്തു തരും. സുമ്മ ദക്കറ ലഹു, സോറി, അവലോ വാഹിറോ, ആദ്യത്തേതും അവസാനത്തേതും, അതായത് പാപങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതും, കദിമോ വ ഹദിസവും, പഴകിയതും പുതിയതും, ഹതാഅഹു വ അംദഹു, അറിഞ്ഞു ചെയ്തതും അബദ്ധത്തിൽ ചെയ്തും, സൈറഹു വ കബീറഹു, ചെറുതും വലുതുമായി, സിറഹു വ അലാനിയത്തഹു, രഹസ്യമായും പരസ്യമായതും. നമ്മൾ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, നമ്മൾ ചെയ്തതിൽ ചെറുതും വലുതും, പിന്നെ അബദ്ധത്തിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതും, ആദ്യത്തേതും അവസാനത്തേതും പുതിയതും പഴയതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും പൊറക്കപ്പെടും പറയുന്നത്. സുമ്മ ദക്കറ ലഹു സ്വലാത്ത് തസ്ബീഹ്. അത് പറഞ്ഞ ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തസ്ബീഹ് നിസ്കാരത്തെ വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാ വിശദീകരിച്ചു കൊടുത്തേ? തുസ്തഹബ്ബു സ്വലാത്ത് തസ്ബീഹ് ഫി കുല്ലി വഖ്തിൻ ഗൈരിൽ ഔഖാത്തിൽ മക്റൂഹാത്തി. തസ്ബീഹ് നിസ്കാരം കറാഹത്തായ സമയങ്ങൾ ഒഴികെ ഏത് സമയത്തും നിർവഹിക്കൽ സുന്നത്താണ്. അതായത് നിസ്കാരം കറാഹത്തായ സമയങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള ഏത് സമയത്തും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കൽ സുന്നത്താണ്. വ അൻ തുസല്ലി കുല്ല യൗമിൻ ഔ കുല്ല ലൈലിൻ. ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ രാത്രിയും നിസ്കരിക്കാം. എല്ലാ ദിവസങ്ങളിലും നമുക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ എല്ലാ രാത്രികളിലും നിസ്കരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണേ, രാത്രികളിൽ മാത്രമാണ്, എല്ലാ പകലുകളിലും എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഔ മറത്തൻ ഫിൽ ഉസ്ബോഇൻ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ, ഔ ഫി ഷഹരി, മാസത്തിലൊരിക്കലോ, ഔ ഫി സന്നത്തി, വർഷത്തിലൊരിക്കലോ, ഔ മറത്തൻ ഫിൽ ഉമോർ, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിർവഹിക്കണം. ഇനി നമുക്ക് താഴെ നമ്മുടെ ബോക്സിലേക്ക് പോവാം. അവിടെ നൽകിയിട്ടുള്ളത് തസ്ബീഹ് നിസ്കാരത്തിന്റെ തസ്ബീഹുകൾ എപ്പോഴാണ് ചൊല്ലേണ്ടത്, അതിന്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് കേട്ടോ. നോക്കാം. ബഅദൽ ഫാത്തിഹത്തി വ സൂറത്തി, ഫാത്തിഹക്കും സൂറത്തിനും ശേഷം 15 തസ്ബീഹുകൾ ചെല്ലണം. ഫിർ റുക്കോയിൽ എത്രയാണ്? 10 തസ്ബീഹ്. ഫിൽ എത്തിദാലിൽ 10 തസ്ബീഹ. ഫി സുജദത്തിൽ അവലും, ഒന്നാം സുജൂദില് 10 ചെല്ലണം. ബൈന സജദത്തൈനി, എന്താണ്? 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തില് 10 ചെല്ലണം. ഫിൽ സജദത്തി സാനിയ, രണ്ടാം സുജൂദില് 10. പിന്നെ ഫി ജൽസത്തിൽ ഇസ്തിറാഹത്തി ഫഖബല തശഹുദി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അത്തഹിയാത്തിന് മുൻപും 10 വീതം നമ്മൾ ചെല്ലണം. ഇനി യഖൂനു മജ്മൂഉ തസ്ബീഹത്തി ഫി കുല്ലി റകഅത്തിൻ 75. ഓരോ റകഅത്തിലും ആകെ 75 തസ്ബീഹുകൾ വീതം ഉണ്ടാവും. സബീന തസ്ബീഹത്തിൻ വഫി അർബഅ റകഅത്തി സലാസ മിഅത്തി തസ്ബീഹ. അങ്ങനെ 4 റകഅത്തുകളിലായിട്ട് എത്ര തസ്ബീഹാണ്? 300 തസ്ബീഹുകൾ അല്ലെ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ റകഅത്തില് 75 തസ്ബീഹുകൾ എന്നുള്ള രീതിയിൽ 4 റകഅത്തുകളാവുമ്പോൾ 300 തസ്ബീഹുകളാണ് ഒരു തസ്ബീഹ് നിസ്കാരത്തില് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പൊ നമ്മള് തസ്ബീഹ് നിസ്കാരം മനസ്സിലായില്ലേ മക്കളെ? തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായില്ലേ? അതിന്റെ മഹത്വം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെ. നമ്മുടെ പഴയതും പുതിയതും അറിഞ്ഞും അറിയാതെയും, പിന്നെ മനഃപൂർവ്വമായിട്ടും, അതുപോലെ തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ തസ്ബീഹ് നിസ്കാരം കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത നിസ്കാരത്തിലേക്ക് പോയാലോ? ഏതാണ്? സലാത്തുൽ ഇസ്തിഖാറ അല്ലെ. സലാത്തുൽ ഇസ്തിഖാറ, ഖൈറിനെ തേടുന്ന നിസ്കാരം. നമുക്ക് ഏതാണ് ഹൈർ എന്നതിനെ തേടുന്ന നിസ്കാരമാണ്. നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൈർ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നിസ്കാരമാണ് സലാത്തുൽ ഇസ്തിഖാറ. ഇനി ഹി സ്വലാത്ത് തുസല്ലി ഇദാ ഹമ്മ ബി അംരിൻ, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടാവുകയും അതിന്റെ വലം യൗഫിറ ആഖിബത്തഹു, അതിന്റെ ഗുണദോഷങ്ങള് നമുക്ക് അറിയാതിരിക്കുകയും ചെയ്യാം. അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല, റിസൾട്ട് നമുക്ക് അറിയില്ല. വഹിയ റകഅത്തൈനി,
يقرأ في ركعة الأولى سورة الكافرون وفي الثاني سورة الإخلاص ثم يدعو بدعاء استخارة بعد التسليم. ഏ? എന്താണ് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിന്റെ റിസൾട്ട് നമുക്കറിയില്ല, ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഖാറത്ത് നിസ്കാരം. ഇത് എത്ര റക്അത്താണ്? വഹിയ റക്അത്തൈനി, ഇത് 2 റക്അത്താണ്. ഇതില് പിന്നെ ഒന്നാം റക്അത്തിൽ നമ്മൾ ഏതാ ചെല്ലുക? റക്അത്തിൽ പോലെ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂനാണ് ഒന്നാമത്തെ റക്അത്തില്. രണ്ടാം റക്അത്തിൽ ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിലും ഓതണം. സലാം വീട്ടിയ ശേഷം, നമ്മൾ നിസ്കാരം 2 റക്അത്താണ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹൈറിന് വേണ്ടി ദുആ ചെയ്യുകയും വേണം. ഇത്രയുമാണ് മക്കളെ നമ്മുടെ ചാപ്റ്റർ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഇത് 2 റക്അത്തുകളായിട്ടോ 4 റക്അത്തുകൾ ഒരുമിച്ചോ നിസ്കരിക്കാം. നമുക്കത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ രാത്രികളിലും നിസ്കരിക്കാം, അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ, അതും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കണം അല്ലെ. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ നമ്മൾ 75 തസ്ബീഹ് ചെല്ലും. അങ്ങനെ 4 റക്അത്തുകളിൽ കൂടെ 300 തസ്ബീഹുകൾ നമ്മൾ പൂർത്തീകരിക്കും. നമുക്ക് ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം ഖിയാമിൽ അല്ലാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 10 തസ്ബീഹുകൾ വീതമാണ് ചെല്ലുന്നത്. ഖിയാമിൽ നമ്മൾ 15 തസ്ബീഹാണ് ചെല്ലുന്നത്. ഇസ്തിഹാറത്ത് നിസ്കാരമാണെങ്കിൽ നമുക്കൊരു ഹൈറിനെ തേടുന്ന നിസ്കാരമാണ് അല്ലെ. നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു, അത് നമുക്ക് ഹൈറാവാൻ വേണ്ടിയിട്ട് അള്ളാഹുലേക്ക് നമുക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ് സലാത്തുൽ ഇസ്തിഹാറ എന്ന് പറയുന്നത്. അത് എന്താണ് പിന്നെ 2 റക്അത്താണ് നിസ്കാരം വരുന്നത്. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസും ആണ്. ശേഷം നമ്മൾ അള്ളാഹുവിനോട് ഹൈറിനെ തേടിക്കൊണ്ട് ദുആ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്ന ഇതിന്റെ തദ്രീബാത്തുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും.